നമസ്കാരം, വെൽക്കം ടു എക്സൽ മാത്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എക്സസൈസിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു അല്ലേ. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പ്രോബ്ലംസ് നോക്കാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്രാക്ടീസിന് വേണ്ടിയിട്ട് 2 എക്സ്ട്രാ പ്രോബ്ലംസ് തരുന്നുണ്ട്. നിങ്ങൾ അത് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി 5th question. In the picture below, the lines parallel to each side of the blue triangle through the opposite vertex are drawn to make the big triangle. How many triangles in the picture have the same area as that of blue triangle? How many of them have the same measures of the blue triangle? അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ? ഈ ഉള്ളിലുള്ള ട്രയാങ്കിൾ PQR, ഈ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിനും പാരലൽ ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ കൂടി വരച്ചത് ജോയിൻ ചെയ്താണ് ഔട്ടർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ഇതിന്റെ ഓരോ സൈഡും ഓപ്പോസിറ്റ് വെർട്ടെക്സിന് പാരലൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് ഓരോന്നും എടുത്ത് എഴുതി നോക്കാം. എ ബി, അപ്പൊ അങ്ങനെയാവുമ്പോ എ ബി, ഈ എ ബി എന്ന് പറഞ്ഞ സൈഡ് ഏതിന് പാരലൽ ആയിരിക്കും? പി ക്യു എന്ന ഈ ഉള്ളിലത്തെ ട്രയാങ്കിൾ PQRന്റെ ട്രയാങ്കിൾ PQ എന്ന സൈഡിന് പാരലൽ ആണ്. എ ബി പാരലൽ ടു PQ. നമ്മൾ പഠിച്ച തിയറം എന്താ? All triangles with the same base and the third vertex on a line parallel to the base have same area. എല്ലാ ട്രയാങ്കിൾസിനെയും ബേസ് ഒന്നാവുകയും അതിന്റെ തേർഡ് വെർട്ടെക്സ് ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലും ആണെങ്കിൽ അതിൽ വരയ്ക്കുന്ന ട്രയാങ്കിൾസിനെല്ലാം സെയിം ഏരിയ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ PQ എന്ന ബേസിന് പാരലൽ ആയിട്ടാണ് AB വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിൽ വരുന്ന ട്രയാങ്കിൾസ്, അതായത് PQ എന്ന ബേസും ഈ AB ലൈനിൽ തേർഡ് വെർട്ടെക്സും വരുന്ന ട്രയാങ്കിൾസിന് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതായി? ട്രയാങ്കിൾ PQRന് ഏരിയക്ക് ഈക്വലന്റ് ആയിട്ട് ഏതൊക്കെ ട്രയാങ്കിൾ വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR is equal to ഏതൊക്കെ ട്രയാങ്കിൾസ് ആ വരുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ PAQ, ഏരിയ ഓഫ് ട്രയാങ്കിൾ PAQ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ? PBQ. എങ്ങനെയത്? ഈ ട്രയാങ്കിൾ PQR, ഇതിന്റെ ബേസ് PQ നമ്മൾ എടുത്തു. ആ PQന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ആറിൽ കൂടി പോകുന്ന ലൈനാണ് AB. ആ ABയുടെ ടോപ്പ് വെർട്ടെക്സ് വരുന്ന മറ്റു 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാ? PPAQവും PBQവും. ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് PQRന്റെ ഏരിയയുടെ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഒരു ട്രയാങ്കിൾ PQRന് ഏരിയക്ക് ഈക്വലന്റ് ആയിട്ട് 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. അത് നമുക്ക് എടുത്ത് എഴുതിയേക്കാം. എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ്, മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 നമുക്ക് കിട്ടി. ട്രയാങ്കിൾ PAQ, പിന്നെ ട്രയാങ്കിൾ PBQ. അപ്പൊ നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇപ്പൊ ബേസ് എടുത്ത് നോക്കിയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഏതാ കൺസിഡർ ചെയ്യണം? PRന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് ഏതാ? BC അല്ലെ. PRന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന വേർട്ടെക്സ് ആണ് ഇത് Q. ആ Q കൂടി പോകുന്ന PRന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനാണ് BC. അപ്പൊ നമുക്ക് അത് എഴുതാം, BC പാരലൽ ടു PR. അപ്പൊ ഇതുപോലെ തന്നെ എഴുതിക്കേ. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ PR എന്ന് പറഞ്ഞ ബേസും അതിന്റെ ടോപ്പ് വെർട്ടെക്സിൽ കൂടി പോകുന്ന പാരലൽ ലൈനിൽ ബാക്കി 2 ട്രയാങ്കിൾസിന്റെ ടോപ്പ് വെർട്ടെക്സ് വരുന്ന അങ്ങനെ വരുന്ന 2 ട്രയാങ്കിൾസ്, അതായത് PQRന് ഏരിയയുടെ ഈക്വലന്റ് ആയിട്ട് വരുന്ന 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാം. അപ്പൊ ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR is equal to ഏതൊക്കെയാ? PR ആയിരിക്കണം ബേസ്. അപ്പൊ എന്ത് നമ്മൾ എഴുതും? PCR അല്ലെ. BC എന്ന് പറഞ്ഞ പാരലൽ ലൈനിന് കിടക്കുന്ന ടോപ്പ് വെർട്ടെക്സ് ആണ് ഈ C. അപ്പൊ PRC അല്ലെങ്കിൽ PCR, ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PCR ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇനി ഏതാ വരണ്ടേ? PBR. ഈ പിയും ആറും മാറരുത്. ടോപ്പ് വെർട്ടെക്സ് മാത്രമാണ് മാറാവുള്ളൂ അല്ലെ. PR എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ആണ്. അപ്പൊ നമ്മൾ അത് മാറ്റാതെ മറ്റു 2 ടോപ്പ് വെർട്ടെക്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് വേറെ 2 ട്രയാങ്കിൾസും കൂടി കിട്ടി. അത് ഏതൊക്കെയാ? ട്രയാങ്കിൾ PCR, ട്രയാങ്കിൾ PBR. അപ്പൊ നമ്മൾ 2 സൈഡ് ബേസ് ആക്കി വെച്ച് ചെയ്തു. ഇനി മൂന്നാമത്തെ സൈഡ് നോക്കാം. QR. QRന് ഈക്വലന്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? AC പാരലൽ ടു QR ആണ് അല്ലെ.
QR-ന് പാരലൽ ആയിട്ട് വരുന്ന സൈഡാണ് AC. ആ AC എന്ന് പറഞ്ഞാൽ P എന്ന വെർട്ടെക്സിൽ കൂടി പോകുന്ന പാരലൽ ലൈനാണ്. ഏതിന്റെ പാരലൽ ലൈനാണ്? QR-ന്റെ പാരലൽ ലൈനാണ്. അപ്പൊ നമ്മുടെ ഈ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഏതൊക്കെ ട്രയാങ്കിൾസ് PQR-ന് ഈക്വലന്റ് ആയിട്ട് വരുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR is equal to ഏതിന്റെ ഏരിയ ഈക്വൽ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ? ബേസ് QR. അപ്പൊ QR എന്ന് പറഞ്ഞ ബേസ് മാറാൻ പാടില്ല. അപ്പൊ QCR, ട്രയാങ്കിൾ QCR ആൻഡ് ട്രയാങ്കിൾ QAR, ട്രയാങ്കിൾ QAR അല്ലെ നോക്കിയേ. QR-ഉം ബേസ് അതും വ്യത്യാസം വന്നിട്ടില്ല. അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത മറ്റു രണ്ട് ട്രയാങ്കിൾ ആണ് QAR-ഉം QCR-ഉം. അത് ഈ ടോപ്പ് വെർട്ടെക്സ് P കൂടി പോകുന്ന പാരലൽ ലൈനിൽ തന്നെയാണ് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ടോപ്പ് വെർട്ടെക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ PQR എന്ന ട്രയാങ്കിളിന് ഇക്വലന്റ് ആണ് ഈ രണ്ട് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് അടുത്ത രണ്ട് ട്രയാങ്കിൾസും കൂടി കിട്ടി അല്ലെ. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഈക്വൽ ആയിട്ട് നമുക്ക് ഇത്രയും ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ QCR, ട്രയാങ്കിൾ QAR. ഇതിപ്പോ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഏത് പ്രിൻസിപ്പിൾ ആയിരുന്നു? All triangles with the same base and the third vertex on a line parallel to the base have same area. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും ട്രയാങ്കിൾസ് ഈ ട്രയാങ്കിൾ PQR-ന് ഈക്വലന്റ് ആയിട്ട് ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. ഇനി ഈ പ്രിൻസിപ്പിൾ അല്ലാതെ വേറെയും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോ ഇത്രയും ട്രയാങ്കിൾസ് ട്രയാങ്കിൾ PQR-ന് ഏരിയക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ പ്രിൻസിപ്പിൾ അല്ലാതെ വേറെ ചെയ്ത് നോക്കാം നമുക്ക്. അതുപോലെ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ഉണ്ടോ എന്ന് അറിയാൻ. അതായത് ട്രയാങ്കിൾ PQR-ന്റെ ഏരിയക്ക് ഈക്വലന്റ് ആയിട്ട് വേറെയും ട്രയാങ്കിൾസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇനി പാരലൽ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് കൺസിഡർ ക്വാഡ്രിലാറ്ററൽ ARQP. ARQP ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ക്വാഡ്രിലാറ്ററൽ ശ്രദ്ധിക്കാം. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു PQ എന്ന സൈഡിന് പാരലൽ ആയിട്ടാണ് AB പോകുന്നത്. അപ്പൊ നമുക്ക് അത് എഴുതാലോ. PQ പാരലൽ ടു AB. PQ പാരലൽ ടു AB ആണെങ്കിൽ PQ പാരലൽ ടു AR ആയിരിക്കുമല്ലോ. അതെ, കുറച്ച് ഭാഗം എടുത്താലും അതിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം. സിൻസ് PQ പാരലൽ ടു AB, AR is also parallel to PQ. ഈ സൈഡ് നമുക്കറിയാലോ QR-ന് പാരലൽ ആണ് AC എന്നുള്ളത്. സിൻസ് അപ്പൊ അതുപോലെ നമുക്ക് എഴുതാം. സിൻസ് QR is parallel to AC, എന്തായി? AP parallel to QR ആയി. AP is also parallel to QR. അതിന്റെ AP എന്ന് പറയുന്നത് QR-ന് പാരലൽ ആണ്. ഇത് ഫുള്ള് പാരലൽ ആണെങ്കിൽ ഇത്രയും പാരലൽ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി. പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് എന്താണെന്നാ പറയാ? പാരലലോഗ്രാം ആണ്. ഒരു പാരലലോഗ്രാം പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒന്ന് രണ്ടോ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്നോ അല്ലെങ്കിൽ ഈക്വൽ ഇൻ ലെങ്ത് ആണെന്നോ എന്തെങ്കിലും ഒന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? therefore quadrilateral ARQP is a parallelogram. എന്താ കാരണം? ഇതിന്റെ ഓപ്പോസിറ്റ് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അത് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് നമുക്ക് ഇത് ഒരു പാരലലോഗ്രാം ആണെന്ന് പറയാം. ഇനി ഒരു പാരലലോഗ്രത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ARQP ഇത് ഇങ്ങനെയാ വരച്ചിരിക്കുന്നത്. അതില് PR എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. PR ഡയഗണൽ ആണ്. ഓക്കെ, അപ്പൊ ഒരു പാരലലോഗ്രത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്താ? അതിന്റെ ഡയഗണല് ബൈസെക്ട് ഈച്ച് അതർ, അല്ലെങ്കിൽ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അതിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് തിരിക്കും. രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾ ആയിട്ട് തിരിക്കും. അതാണ് ഡയഗണലിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ PR എന്ന് പറയുന്നത് ഈ പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആണ്. ആ ഡയഗണലിനെ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് തിരിച്ചേക്കുന്നു പറയുമ്പോൾ എന്തായി? PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയയും APR എന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയി. Therefore we can write that area of triangle PQR is equal to area of triangle APR. Reason എന്താ? Diagonal PR divide into two triangles
ഓഫ് ഈക്വൽ ഏരിയ. ഓക്കെ, ഈ ഡയഗണൽ പി ആർ എന്ന് പറയുന്നത് ഈ പാരലോഗ്രത്തിനെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് രണ്ട് ഈക്വൽ ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾ ആക്കും. അത് ആ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എഴുതാം. ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയയും ട്രയാങ്കിൾ എ പി ആറിന്റെ ഏരിയയും സെയിം ആണെന്ന്. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഇതും കൂടി കിട്ടിയില്ലേ, ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയക്ക് ഈക്വലന്റ് ആയിട്ട്. ഏതാണ്? ട്രയാങ്കിൾ എ പി ആർ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോ ഈ ട്രയാങ്കിൾ കിട്ടിയതുപോലെ തന്നെ അടുത്ത ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ക്വാഡ്രിലാറ്ററൽ പി ആർ ബി ക്യു. പി ആർ ബി ക്യു ഈ ക്വാഡ്രിലാറ്ററൽ മാത്രം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ എ ആർ ക്യു പി എന്ന ക്വാഡ്രിലാറ്ററൽ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ ഇതില് ചെയ്യാൻ പോവാ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്യാ? ആദ്യമായിട്ട് എന്താ? എ ബി പാരലൽ ടു പി ക്യു അല്ലെ? അതുകൊണ്ട് തന്നെ സിൻസ് എ ബി പാരലൽ ടു പി ക്യു എന്താ എഴുതാം? ബി ആർ അല്ലെങ്കിൽ ആർ ബി ഈസ് ഓൾസോ പാരലൽ ടു പി ക്യു എന്ന് എഴുതാം അല്ലെ? അതുപോലെ തന്നെ ഇനി ക്വാഡ്രിലാറ്ററിന്റെ ബി ക്യു ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൽ ഇത്. അപ്പൊ പി ആർ പാരലൽ എന്തിനു പാരലൽ? ബി സിക്ക് പാരലൽ. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് ബി സി പാരലൽ ടു പി ആർ എന്താ ബാക്കി പാരലൽ ആവുന്നത്? ബി ക്യൂവും പാരലൽ ആയിരിക്കും. ബി ക്യു ഈസ് ഓൾസോ പാരലൽ ടു പി ആർ. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി. ഏതൊക്കെയാ? പി ആറും ബി ക്യൂവും പാരലലായി, പി ക്യൂവും ബി ആറും പാരലലായി. അപ്പൊ അതെന്താ? ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തായി? therefore quadrilateral PRBQ is a parallelogram. എന്തായാലും റീസൺ എഴുതുക? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡയഗണൽ ഏതാന്ന് നോക്കുക. ഏതാ ഡയഗണൽ? ക്യു ആർ എന്ന് പറഞ്ഞാണ് ഡയഗണൽ. പി ആർ ബി ക്യു എന്ന പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആണ് ക്യു ആർ. അപ്പൊ ക്യു ആർ ഡയഗണൽ ആയി കഴിഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ പാരലോഗ്രത്തിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട്, ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സിൻസ് ക്യു ആർ ഇസ് ദി ഡയഗണൽ of parallelogram PRBQ, area of triangle PQR is equal to area of triangle BQR. പി ക്യു ആറിന്റെ ഏരിയയുടെ ട്രയാങ്കിളും ബി ക്യു ആറിന്റെ ട്രയാങ്കിളും ഈക്വൽ ആയി എന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താ? ഇതിന്റെ ക്യു ആർ എന്ന് പറഞ്ഞ ഡയഗണല് എന്താ? ഇത് എഴുതിയില്ലെങ്കിൽ ഈ റീസൺ എഴുതിയില്ലെങ്കിൽ നമുക്ക് വേറെ എഴുതാം. എന്താ ഇതിന്റെ? സിൻസ് ദ ഡയഗണൽ ക്യു ആർ ഡിവൈഡ്സ് പാരലോഗ്രാം പി ആർ ബി ക്യു ഇൻടു ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ അല്ലെങ്കിൽ ടു ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഒരു ട്രയാങ്കിളിന്റെ പേരും കൂടി കിട്ടി അല്ലെ? ട്രയാങ്കിൾ ബി ക്യു ആർ. ഈ ഇത്രയും ട്രയാങ്കിൾസ് ഇപ്പൊ പി ക്യു ആർ എന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഏതാ കൺസിഡർ ചെയ്യേണ്ട? കൺസിഡർ ക്വാഡ്രിലാറ്ററൽ പി ആർ ക്യു സി. ഈ ക്വാഡ്രിലാറ്ററൽ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ അതിലവിടെ ഏതാ വരുന്നത്? പി ആറിന് പാരലൽ ആയിട്ടാണ് ബി സി വരയ്ക്കുന്നത് അല്ലെ? അപ്പോ സി, സിൻസ് പി ആർ പാരലൽ ടു ബി സി, QC is also parallel to PR എന്ന് കിട്ടി. PR ന് പാരലൽ ആയിട്ടാണ് നമ്മൾ Q കൂടി പോകുന്ന BC എന്ന പാരലൽ ലൈൻ വരച്ചത്. അതുകൊണ്ട് തന്നെ PR പാരലൽ ടു BC ആയതുകൊണ്ട് PR പാരലൽ ടു QC എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് എന്താ വേണ്ടേ? ഈ സൈഡ്, ഈ QR എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് P കൂടി പോകുന്ന പാരലൽ ലൈൻ ആണ് AC. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് AC പാരലൽ ടു QR. QR ന് പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്താ? PC is also parallel to QR. അപ്പോ ഓപ്പോസിറ്റ് പെയർസ് പാരലൽ ആയി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയെന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെയത്? QCയും PR ഉം പാരലൽ ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ QR ഉം PC യും പാരലൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എഴുതാം therefore quadrilateral PRQC is a parallelogram.
ഓക്കെ, ഇതിന്റെ ഡയഗണൽ ഏതാ? പി ക്യു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു സി. എന്താ? ഡയഗണൽ പി ക്യു, ഡയഗണൽ പി ക്യു ഡിവൈഡ് it into two triangles of equal area. ഒരേ ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഈ പി ക്യു എന്ന ഡയഗണല് ഇതിനെ ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഒമ്പതാമത്തെ ട്രയാങ്കിൾ കിട്ടിയില്ലേ? ട്രയാങ്കിൾ പി ക്യു സി. അപ്പോ ട്രയാങ്കിൾ പി ക്യു ആറിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? ടോട്ടൽ ട്രയാങ്കിൾസ് എത്ര എണ്ണായി? ടോട്ടൽ ട്രയാങ്കിൾസ് ഈക്വൽ ടു 9. ഇനി പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ പി ക്യു ആറിന് ഇക്വലന്റ് ആയിട്ട് എല്ലാ മെഷേഴ്സും ഈക്വൽ ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന്. എല്ലാ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഇൻ ലെങ്ത്, സൈഡ്സിന്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കണം, ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുന്ന മൂന്ന് ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ഈ മൂന്ന് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ പി ആർ, ട്രയാങ്കിൾ ബി ക്യു ആർ ആൻഡ് ട്രയാങ്കിൾ ബി ക്യു സി. ട്രയാങ്കിൾ എ പി ആർ, ട്രയാങ്കിൾ ബി ക്യു ആർ and triangle PQC are equal in measurements. എന്തിന് ഈക്വലന്റാ? ട്രയാങ്കിൾ പി ക്യു ആറിന് ഈക്വലന്റ്. അതെന്താ കാരണം? കാരണം അത് പാരലോഗ്രത്തിന്റെ അകത്ത് വരുന്നതാണ്. ഒരു പാരലോഗ്രത്തിന്റെ എന്തൊക്കെ പ്രത്യേകത? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതൊരു പാരലോഗ്രത്തിന്റെ പ്രത്യേകതയാണ്. നമ്മളപ്പോ കൺക്ലൂഷൻ എങ്ങനെ എഴുതുന്നത്? ടോട്ടൽ ട്രയാങ്കിൾസ് ദാറ്റ് ഹാവ് സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ടു 9 ട്രയാങ്കിൾസ്. നമുക്ക് ടോട്ടൽ 9 ട്രയാങ്കിൾസ് കിട്ടിയല്ലേ? ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ ഉള്ള സെയിം ഏരിയ ഉള്ള 9 ട്രയാങ്കിൾസ്. ഇനി ബാക്കി എന്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അതില്? ഈ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ അതേ മെഷർമെന്റ് ഉള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന്. ഏതൊക്കെയത്? 3 ട്രയാങ്കിൾസ് ഉള്ളൂ. അത് ഏതൊക്കെയാ? ഈ ലാസ്റ്റ് ഉള്ള 3 എണ്ണം. Triangle APR, triangle BQR and triangle PQC are in equal measurement as that of triangle PQR. കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്ത പാരലോഗ്രത്തിന്റെ അകത്ത് വരുന്ന ട്രയാങ്കിൾസ് ആയിരുന്നു അത് 3 എണ്ണം. ഒരു പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ എ പി ആറും ബി ക്യു ആറും പി ക്യു സിയും ഈ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ അതേ മെഷർമെന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. എന്നിട്ട് റീസൺ ആയിട്ട് നമുക്ക് ഇതിൽ എഴുതാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, pair of opposite sides are equal in length. Okay, now let's move on to the last question given in page number 12. Prove that the two triangles shown below have the same area. ഞാൻ ഇവിടെ പടം വരച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ഏരിയ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ ബേസില് ഈ ബേസിന് പാരലൽ ആയിട്ട് ടോപ്പ് വെർട്ടെക്സിൽ കൂടി ഒരു പാരലൽ ലൈൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഈ പാരലൽ ലൈനിലാണ് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അതായത് അടുത്ത ട്രയാങ്കിൾ ടോപ്പ് വെർട്ടെക്സ് ഈ പാരലൽ ലൈനിലാണ്. അതുപോലെ തന്നെ ബേസ് ഈ സെയിം ബേസ് തന്നെയാണെങ്കിലാണ് നമുക്ക് ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് വരച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ കമ്പൈൻ ചെയ്ത് വരച്ചു നോക്കും. എന്നിട്ട് അതിന് ഏരിയ സെയിം ആണോ അല്ലെങ്കിൽ ടോപ്പ് വെർട്ടെക്സ് പാരലൽ ലൈനിൽ കൂടി തന്നെയാണ് രണ്ടിന്റെയും ടോപ്പ് വെർട്ടെക്സ് പോകുന്നത് എന്ന് നമ്മൾ നോക്കി നമ്മുടെ പഠിച്ച പ്രിൻസിപ്പിളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കിയാണ് നമ്മൾ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് പടവും കമ്പൈൻ ചെയ്തൊന്ന് വരച്ചു നോക്കാം. ഇവിടെ രണ്ട് പടത്തിനും 4 സെന്റിമീറ്റർ ആണ് ബേസ് അല്ലെ? അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് അത് 4 സെന്റിമീറ്റർ ആദ്യം അത് വരയ്ക്കാം. എ ബി എന്ന് പേര് കൊടുക്കുകയാണ്. ഇത് 4 സെന്റിമീറ്റർ. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇവിടെ 50 ഡിഗ്രി ഉണ്ട്, ഇവിടെ 130 ഡിഗ്രി ഉണ്ട്. രണ്ടും ഒരു സൈഡിൽ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 50 ഡിഗ്രി പ്രൊട്രാക്ടറിൽ അളന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് 130 ഡിഗ്രി മാർക്ക് ചെയ്യും. ഈ ട്രയാങ്കിൾ ഒന്ന് ടേൺ ചെയ്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വ്യത്യാസമൊന്നും വരാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് 130 ഡിഗ്രി, ഇവിടുന്ന് 50 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാ.
ഇത് 50 ഡിഗ്രി, ഇത് 130 ഡിഗ്രി. നമ്മളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടു. ഇപ്പൊ ഇത് എത്രയാ? ഇത് 50 ഡിഗ്രി, ഇത് 130 ഡിഗ്രി. ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? ടോപ്പ് വെർട്ടെക്സ് 3 സെന്റിമീറ്റർ, ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം അല്ലെ? അപ്പൊ ടോപ്പ് വെർട്ടെക്സ് 3 സെന്റിമീറ്റർ അകലെയാണല്ലോ. ഒരു സൈഡ് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആയിരിക്കും, അതുപോലെ ഇതിന്റെ ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് ഒന്ന് സ്കെയിലിൽ അളന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. 3 സെന്റിമീറ്റർ ഒരു നിങ്ങൾ സ്കെയിലില് 3 സെന്റിമീറ്റർ അളന്നെടുത്ത് ഈ എയില് 3 സെന്റിമീറ്റർ അകലെയും അതുപോലെ തന്നെ ബിന്നും 3 സെന്റിമീറ്റർ അകലെയും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ആ പോയിന്റിന് ഡി എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ ഇത് 3 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റിന് സി എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യണം അല്ലെ? ഈ ഡിയും ബിയും ജോയിൻ ചെയ്യണം, അതുപോലെ എയും സിയും ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ടോപ്പ് വെർട്ടെക്സ് ഈ ബേസിന് പാരലൽ ആയിട്ടാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പാരലൽ ലൈനിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഒരേ പാരലൽ ലൈനിൽ തന്നെയാണ് ഈ രണ്ട് പോയിന്റ്സ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്യാം. നമ്മളത് രണ്ടും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ എ എത്രയാ? 50 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി 130 ഡിഗ്രി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് സം ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടിയ, അല്ലെങ്കിൽ ആംഗിൾസിന്റെ സം സപ്ലിമെന്ററി ആയാൽ, എന്താ പറയുന്നത്? സപ്ലിമെന്ററി ആയാൽ എന്താ അതിന് പറയണേ? ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണെന്ന് പറയും. അതായത് രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടിയാൽ അതിനെ പറയുന്ന ആംഗിൾസിനെ പറയുന്നതാണ് സപ്ലിമെന്ററി. ഇവിടെ നോക്കിയേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എത്രയാ? 50 പ്ലസ് 130 180 ഡിഗ്രിയാണ്. അതായത് ഈ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? Therefore we can say that AD and BC are parallel. ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ AD യും BC യും ഈക്വൽ അല്ലേ? AD is equal to BC is equal to 3 സെന്റിമീറ്റർ. ഇത് രണ്ടും 3 സെന്റിമീറ്റർ ആണ്, ഇത് രണ്ടും പാരലൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതും ഈ ബേസിന് പാരലൽ ആയിരിക്കില്ലേ? കാരണം എന്താ? ഇത് ഈ ബേസിൽ നിന്ന് കൃത്യമായി 3 സെന്റിമീറ്റർ അകലെയാണ് രണ്ടും പോയിന്റ്സ് നിൽക്കുന്ന ആ രണ്ട് ലൈൻസും പാരലലും ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ലൈൻ ബേസിന് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യാം, ഡിയും സിയും. സി ഒരു പാരലൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ് സിയും ഡിയും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ഏരിയ ആണെന്ന്. മനസ്സിലായല്ലോ പറഞ്ഞത് എന്താണ്? നമ്മള് ഈ എ ബി 4 സെന്റിമീറ്റർ ഒരു ബേസ് വരച്ചു, അതിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് 50 ഡിഗ്രി ആംഗിൾ ഇവിടുന്ന് മാർക്ക് ചെയ്തു, ഇവിടുന്ന് 130 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തു. പിന്നെ നമുക്കറിയാവുന്ന കാര്യമായിരുന്നു 3 സെന്റിമീറ്റർ അകലെയാണ് ഒരു സൈഡുള്ളത് 3 സെന്റിമീറ്റർ ആണ്. അത് രണ്ടും നമ്മൾ അതുപോലെ തന്നെ സ്കെയിലിൽ മാർക്ക് ചെയ്ത് വെച്ചു. ആ രണ്ട് പോയിന്റ് നമ്മൾ പേര് കൊടുത്തു സിയും ഡി എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തേ? അത് ജോയിൻ ചെയ്തു, രണ്ട് ട്രയാങ്കിൾസ് ആക്കി ജോയിൻ ചെയ്തു. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ഇങ്ങനെ ഒരു സിംഗിൾ ഇതില് നമ്മൾ രണ്ടും കൂടി ചേർത്ത് കമ്പൈൻ ചെയ്ത് വരച്ചു. ഇനി എന്താ ചെയ്തേ? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി സം ചെയ്ത് നോക്കി. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയ? 180 ഡിഗ്രി. ഒരു
രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് സം ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സപ്ലിമെന്ററി ആണെന്നാ. സപ്ലിമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട് ലൈൻസും പാരലൽ ആയി. 180 ഡിഗ്രി കിട്ടി അതിന്റെ അർത്ഥം ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെന്നാണ്. 180 അല്ലെങ്കിൽ പാരലൽ അല്ല. അപ്പൊ നമുക്ക് ഇത് രണ്ടും പാരലൽ ആണെന്ന് കിട്ടി. അത് രണ്ടും കൃത്യം 3 സെന്റിമീറ്റർ അകലെയാണ്. അല്ലെങ്കിൽ രണ്ടിന്റെ ലെങ്ത് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരേ ലെങ്ത് ഉള്ളതിന്റെ മേളിൽ കൂടി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു പാരലൽ ലൈൻ ആയിരിക്കും. ഇപ്പൊ അതെ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് ഇതൊരു പാരലൽ ലൈൻ ആവുമോ? ഇല്ല. പക്ഷെ നമുക്ക് കിട്ടിയത് രണ്ട് 3 സെന്റിമീറ്റർ ആ. അപ്പൊ അത് ഇതിന്റെ മേളിൽ കൂടി വര വരച്ചു കഴിഞ്ഞാൽ എന്തായി, ഇത് താഴെയുള്ള ബേസിന്റെ പാരലൽ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ടോപ്പ് വെർട്ടെക്സ് പാരലൽ ലൈനിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളിനും ഒരേ ഏരിയ ആണെന്ന്. Okay. So we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.